തുടങ്ങാം. നമസ്കാരം. കഴിഞ്ഞ ജൂൺ 25 കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തിറക്കിയ ഒരു സർക്കുലറിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്പനിയെ വസ്തുതാവിരുദ്ധമായ രീതിയിൽ മെൻഷൻ ചെയ്തിരുന്നു. OTT ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മിനിമാക്സ് എന്നുള്ള സ്ഥാപനം പല നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചു, കരാറുകൾ നൽകിയില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് അവരുടെ പത്രസമ്മേളനങ്ങളിലും മറ്റും കാണാൻ പറ്റിയത്. എനിക്ക് കിട്ടിയ രീതിയിലുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്, OTT അവകാശത്തിന് ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ജിയോ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നു. ഇതേ തുടർന്ന് നിയമ നടപടിക്ക് അസോസിയേഷൻ ഒരുങ്ങുന്നത്. മിനിമാക്സ് തട്ടിപ്പ് നടത്തിയതിന് തെളിവ് ലഭിച്ചതായും അസോസിയേഷൻ എന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ക്ലിപ്പിംഗ്സ്. ഇതിലാദ്യം തന്നെ ജിയോ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പിക്ചറിൽ വന്നത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞങ്ങൾക്ക് കേരളത്തിൽ ബ്രാഞ്ചോ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഇല്ല. കാനഡ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഇവിടെ ഞങ്ങളതിൻ്റെ ഫ്രാഞ്ചൈസാണ് നടത്തുന്നത്. അതിൽ ഒരു ഡയറക്ടർ എൻ്റെ വൈഫാണ്, മറ്റൊരാൾ എൻ്റെ കസിനാണ്. 2 ലേഡീസ് നടത്തുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം നോയിഡയിൽ സെക്ടർ 63 പ്രവർത്തിക്കുന്നത്. എൻ്റെ അറിവിൽ ഇന്നേ വരെ ഒരു പ്രൊഡ്യൂസറും അവിടെ വന്നിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 1-2 പ്രൊഡ്യൂസറിന് ഒരു ട്രയലായിട്ട് കണ്ടിട്ടുണ്ട്. അവരുമായിട്ട് കൃത്യമായ രേഖകളുണ്ട് എന്നതിലുപരി വേറെ ഒന്നും എൻ്റെ അറിവിൽ നടന്നിട്ടില്ല. കഴിഞ്ഞ 6 മാസത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു വിഷയങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഉള്ളൂ. അതായത് ഞങ്ങളുടെ ഒരു ഇനീഷ്യൽ ലേണിംഗ് പീരീഡിലാണ് ഞങ്ങളുള്ളത്. ആ സമയത്താണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പോലെയുള്ള ഒരു വിൽമ്പൻ സംഘടന, ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളുടെ സംഘടന എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആ ഒരു സംഘടന ഞങ്ങളെപ്പോലത്തെ ഒരു സ്റ്റാർട്ടപ്പിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ആകെ 6 മാസമാണ്. ഈ 6 മാസത്തിൻ്റെ തുടക്കകാലത്ത് ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, മലയാള സിനിമാ മേഖലയിൽ കള്ളപ്പണത്തിൻ്റെ തുടങ്ങിയിട്ടുള്ള ഒരു ആൻറ്റി ആക്ടിവിറ്റീസിൻ്റെ, ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു കുത്തൊഴുക്ക് എന്ന് കണ്ടതിനെ തുടർന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും എൻഫോഴ്സ്മെൻറ്റിനടക്കം ഒരു പരാതി അയച്ചിരുന്നു. പരാതിയുടെ കോപ്പിയൊക്കെ നിങ്ങൾക്ക് തരാവുന്നതാണ്. ഞാൻ ആരെയും പേരെടുത്തോ മറ്റും പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പല സിനിമകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അവരുടെ ബഡ്ജറ്റ്, ഒരു ഉദാഹരണത്തിന് 30 കോടി രൂപ ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഞാൻ അക്കൗണ്ട്സ് ചോദിച്ചപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള കണക്ക് 12 കോടി രൂപയാണ്. അപ്പോൾ ഈ ബാക്കി 18 കോടി രൂപ എവിടെ പോയി എന്ന് ചോദിച്ചപ്പം അത് അൺഅക്കൗണ്ടഡ് മണിയാണ്, ക്യാഷായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു പൗരപ്രമുഖനായിട്ടുള്ള 5ഓളം സിനിമകൾ ഓരോ കൊല്ലവും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡ്യൂസർ പറഞ്ഞതിനെ തുടർന്നാണ് ആദ്യത്തെ ഒരു ക്ലാഷ് വരുന്നതും. ഞാൻ ആ പ്രൊജക്റ്റ് ഇപ്പോഴും നടന്നിട്ടില്ല. ഞാൻ എൻ്റെ എഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒന്നുമില്ല. തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് MOU ചെയ്തിട്ടുള്ള ഒരു ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള MOU ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, തരാം. ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹം ഒരു പ്രമുഖ ഫൈനാൻസറാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഇതേ സെയിം അനുഭവം ഉണ്ടായപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ കടമ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അലയൊലികൾ നിങ്ങൾക്ക് ഇന്നലെയും കൂടെ അപ്ഡേറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ റീസെൻ്റ്ലി നടന്നിട്ടുള്ള റെയ്ഡുകളെല്ലാം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പം ഞാൻ അന്ന് കൊടുത്ത പരാതിയുടെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ ഊഹിച്ചാൽ അറിയാം. അപ്പം ഇങ്ങനൊരു സാഹചര്യം ഞാൻ ചെയ്തു എന്നതൊഴിച്ച് മറ്റൊന്നും ഞങ്ങളുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ ഒരു പത്രവാർത്ത അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കാൻ മാത്രം അസോസിയേഷനുമായിട്ട് ഞാൻ പ്രശ്നമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ശ്രീയാദ് കോക്കർ അടക്കമുള്ള ആളുകളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ്. ഐ റിപ്പീറ്റ്, വ്യക്തിപരമായിട്ട്. അപ്പം ആ ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ കൊച്ചിയിൽ വരുന്ന സമയങ്ങളെല്ലാം കാണാറുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകളും യുവ പ്രൊഡ്യൂസറായിട്ടുള്ള ഷർമിൻ സിയാദുമായിട്ടൊക്കെ എനിക്ക് പേഴ്സണലി അറിയുന്ന, ഒരു കോൾ കൊണ്ടോ ഒരു മെയിൽ കൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ പോലും എന്താണ് ഞങ്ങളുടെ ബിസിനസ് എന്നോ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്നോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചോദിച്ചിട്ടില്ല. അതുപോലും ചോദിക്കാതെയാണ് ഇത്രയും വിവാദപരമായിട്ടുള്ളൊരു പരാമർശം അവർ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ ഈ ഇഷ്യൂ നടന്ന ഓൺ ദ സ്പോട്ടിൽ, അതായത് 25 അന്ന് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കത്ത് കൊടുത്തിരുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് എൻ്റെ കയ്യിലുള്ള എല്ലാ രേഖകളും, ഞാൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നുദ്ദേശിച്ച എൻ്റെ സ്ഥാപനം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞു. ഏകദേശം 10 ദിവസത്തിൻ്റെ അടുത്തായി ഇതുവരെ ഒരു അപ്ഡേറ്റും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാനൊരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു.
അതിൻ്റെ തുടർ നടപടികൾ വിശദീകരിക്കാനും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനും ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വിവരം പൊതുജനങ്ങൾക്ക് കൊടുക്കാനും. കാരണം സ്വാഭാവികമായിട്ടും ഇത് വലിയ രീതിയിൽ പ്രചാരം തന്നിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് പേഴ്സണലി ബിസിനസ്സിൽ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളൊരു മൾട്ടി പർപ്പസ് ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്, ബേസിക്കലി കൺസൾട്ടൻസി സ്ഥാപനമാണ്. അപ്പോൾ ഇങ്ങനൊരു വിവാദം എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ, കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ, അത് ഞങ്ങൾക്ക് നാഷണൽ വൈഡ് ഞങ്ങളുടെ ബിസിനസ്സിനെ നന്നായി ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രസ് മീറ്റിൽ ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മിനിമാക്സ് എന്നുള്ളൊരു കൺസൾട്ടൻസി സ്ഥാപനമാണ്. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഞങ്ങളുടെ ബിസിനസ് നടക്കുന്നത്. ഈ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കാതെ വരുന്ന മുറയ്ക്ക് അതിനെപ്പറ്റി ടെക്നിക്കലി അറിയാവുന്ന ആളുകളെ വെച്ച് ഞങ്ങളത് ശരിയാക്കി തരുന്നു എന്നുള്ളതാണ് സിമ്പിൾ. ഇത് തന്നെയാണ് ഞങ്ങൾ OTT-യിലും ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൻ്റെ അടുത്തായി മലയാള സിനിമകൾ OTT-യിൽ വിറ്റ് പോകുന്നില്ല. പല സൂപ്പർ സ്റ്റാർ പടങ്ങളടക്കം പലതും വിറ്റ് പോകുന്നില്ല. പലതും പേപ്പർ വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഒരു വ്യൂവിന് ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ, അതൊക്കെ വളരെ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും കിട്ടുക. അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ അത് പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും എന്ന് തോന്നിയതിനെ തുടർന്നാണ് 6 മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് ലൈസൻസുകൾ മുതലുള്ള എല്ലാ കാര്യങ്ങളുടെയും കൺസൾട്ടൻസി സർവീസാണ്. അതാണ് ഈ പ്രൊഫഷണൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നിലവിൽ ഇപ്പം 3 രീതിയിലാണ് എഗ്രിമെൻറ്റ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡബ്ബിങ് തുടങ്ങിയിട്ടുള്ള VFX തുടങ്ങിയിട്ടുള്ള ടെക്നിക്കലായിട്ട് ഞങ്ങളെ സഹായം തേടാറുണ്ട്. അതുമായിട്ടൊരു കരാർ, എല്ലാതും ഒരു കരാറിൻ്റെ പുറത്താണ് ചെയ്യാറ്. അതല്ലെങ്കിൽ OTT അവകാശങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ചിട്ട്, ഈ OTT അവകാശം വിൽക്കുക എന്ന് പറയുന്ന ആ പടം ഷൂട്ട് ചെയ്യുന്ന സമയം മുതൽ അതിൻ്റെ പ്രൊമോ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം മലയാള സിനിമയിൽ ഏകദേശം എൻ്റെ അറിവിൽ ഒരു 200ഓളം സിനിമകൾ വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പുഷ്പ 2 എന്ന് പറയുന്നൊരു മൂവി എത്രയോ മാസങ്ങൾക്ക് മുന്നേ വിറ്റ് പോയിട്ടുണ്ട്, അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ഈ ഒരു സെനാരിയോയിൽ നമുക്ക് എങ്ങനെ ഒരു മലയാള സിനിമ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്ന സർവീസ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ ചോദിക്കുക, എന്താണ് എന്നും കൂടെ വ്യക്തമാക്കണമല്ലോ. ഞങ്ങൾക്കെതിരെ തെളിവ് കിട്ടി. ഈ പറഞ്ഞ ഒരു പ്രൊഡ്യൂസറും എന്നെ കണ്ടിട്ടില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് സ്റ്റാഫില്ല, ഓഫീസില്ല. പിന്നെ എന്തിൻ്റെ ബേസിലാണ് ഞാൻ ആകെ സൈൻ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു 5ൻ്റെ അടുത്ത് കോൺട്രാക്റ്റാണ് ട്രയൽ ബേസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും ഓരോ കോൺട്രാക്റ്റ് ഓരോ സ്വഭാവത്തിലാണ്. പിന്നെ എന്തിൻ്റെ പുറത്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ED തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ വിമർശിച്ചുകൊണ്ട് ഞാൻ 20-ാം തീയതി 21, 22 ഒക്കെ പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അവരെ എന്താ പറയുക, കൊളോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ വെറുപ്പിച്ച കാരണമാണ് എൻ്റെ പേര് ഒരു പരാമർശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ അടുത്തൊരു കോംപ്രമൈസ് ടോക്ക് ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നു. അതിൽ നല്ല എനിക്ക് മനസ്സിലായിട്ടില്ല. അതല്ലാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് എനിക്കൊരു വിഷയമല്ല. ഇനി അങ്ങനെ ഒരു വിഷയം അവർക്ക് ജെനുവിനായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 25-ാം തീയതി ഞാൻ കൊടുത്തൊരു കത്ത്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാൻ തയ്യാറാണ്, എൻ്റെ ഡോക്യുമെൻ്റ് കാണിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കൊടുത്ത മെയിലിന് പോലും എനിക്കൊരു മറുപടി ഇല്ല. യെസ്, ദാറ്റ്സ് ദ പോയിന്റ്. ഞാൻ എൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ആ ഉത്തരവാദിത്വം മൊത്തം ഞാൻ ഏറ്റെടുക്കാം. എല്ലാം പറയണോ? ഓക്കെ, OTT എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ വാലിഡ് ഉണ്ടായിരുന്നു. ഈ ജിയോ എങ്ങനെയാണ് ഈ പിക്ചറിലേക്ക് വന്നതെന്ന് എനിക്കും അറിയില്ല. ഒരു പക്ഷേ ജ്യോതി ദേശ്പാണ്ഡ എന്ന് പറയുന്നതായിട്ട് എനിക്കൊരു സൗഹൃദം ഉണ്ടായിരുന്നു, പണ്ടൊരു ആരോപണം ഉണ്ടായിരുന്നു. മേ ബി അത് വെച്ച് കണക്ട് ചെയ്തതായിരിക്കാം. അതല്ലാതെ എനിക്ക് ജിയോ എന്ന് പറയുന്ന ഒരു ബാനറുമായിട്ട് എങ്ങനെയാണ് ഞാൻ കണക്ട് ആവുന്നത് എന്ന് എനിക്കറിയില്ല. ടു ബി ഹോണസ്റ്റ്ലി, ജിയോയുമായിട്ട് ഞങ്ങൾക്ക് സംസാരങ്ങളുണ്ട്, നെറ്റ്ഫ്ലിക്സുമായിട്ടുണ്ട്, സോണിയുമായിട്ടുണ്ട്, സിയുമായിട്ടുണ്ട്, ഹോട്ട്സ്റ്റാറുമായിട്ടുണ്ട്, ഇവരൊക്കെ ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൻ്റെ ഇവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് മിസ്റ്റർ ദിലീപ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ഹെഡായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന ആളായിരിക്കും, ചോദിച്ചാൽ അറിയാം. നമ്മൾ അവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ പേരൊന്നും പറയാതെ ജിയോ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം എൻ്റെ ഈ ഒരു വിഷയത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, OTT അവകാശത്തിന് ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയില്ലെന്ന് ജിയോ സിനിമ എന്ന് പറയണമെങ്കിൽ ഞാൻ പറയണമല്ലോ ജിയോ സിനിമ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന്.
അതെവിടെയും പറയാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ ഫേസ്ബുക്കിലടക്കം ഞാൻ അതിൻ്റെ എല്ലാം കോപ്പി കൊടുത്തിട്ട് മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അങ്ങനൊരു വിഷയമല്ല, അത് തെറ്റിദ്ധാരണാജനകമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ FB പോസ്റ്റ് ഇട്ട ഒരാളാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതാണ്. ഞങ്ങളെപ്പോലത്തെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതുവരെ ഒരു ഇൻഫോർമേഷനും ഇല്ല.